പിന്നെ ഞാൻ ആശുപത്രിയിലേക്കൊക്കെ പോയപ്പോൾ ഒരു മോനെ കണ്ടു. 23 വയസ്സുള്ള എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു മോൻ നട്ടൽ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടാൽ നമുക്ക് സഹിക്കില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അത്രയും ചെറുപ്പം മോനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കിടക്കുന്ന അവസ്ഥ. അവനെ ഉടമ്പടി തൈലം പെറ്റി കൊടുത്തു, കൃപാസന പത്രം അവൻ്റെ തളിക്കാൻ ഭാഗത്ത് വെച്ച് കൊടുത്തു, കുരിശടയാളം വരച്ച് കൊടുത്തു, കൈമീൻ കാൽമ അരക്കേന്ന് കഴിപ്പിട്ട് അനങ്ങില്ല. ഈ തൈലം പെരട്ടി കഴിഞ്ഞ് അന്ന് തന്നെ അവൻ്റെ ശരീരത്തിന് വേദനകൾ വന്നു തുടങ്ങി. വേദനയൊന്നും അവന് വരില്ല, വേദന അറിയണ്ടായില്ല. കൃപാസന മാതാവ് കുറേ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ 5 നിയോഗം ഞാൻ എഴുതിയത് 5 നിയോഗം എനിക്ക് സാധിച്ചു. എൻ്റെ പേര് ശാലിനി വർഗീസ്, വരന്തരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1/11/2022 എടുത്തത്. എനിക്കിവിടെ വരുന്ന സമയത്ത് 8 വർഷമായിട്ട് എനിക്ക് ഭയങ്കര തണ്ടൽ വേദനയായിരുന്നു. ഒരു പണിയെടുക്കാനൊന്നും പറ്റില്ല. ചേട്ടനാണ് എല്ലാ പണികളും ചെയ്തായിരുന്നത്. ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കാനോ മുട്ടുകുത്താനോ ഒന്നും എനിക്ക് പറ്റുണ്ടായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു തണ്ടൽ വേദനയോ ഒന്നും എനിക്ക് ഉണ്ടായില്ല. മാതാവിനെ അപ്പം തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ പോയി കുറേ ഇതിന് പോയിണ്ടായിരുന്നു. എനിക്ക് മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നിലും മരുന്ന് പണിലും ഒക്കെ ഞാൻ കുറേ സ്ഥലത്ത് പോയി കിടന്നൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇവിടെ വന്ന് പിന്നെ എല്ലാം മാറി. ഇതെന്താ സംഭവിച്ചത് എനിക്ക് പോലും അറിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ മുറിവ് അതുപോലെയായിരുന്നു. ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് മൈഗ്രെയിൻ തലവേദനയാണെങ്കിൽ 2 കൊല്ലമായിട്ട് ഭയങ്കര തലവേദന. എനിക്ക് ദേഷ്യം വന്നാൽ ഞാനൊക്കെ വലിച്ചെറിയുക. അതുപോലെ മോളെ ചേട്ടനൊക്കെ നല്ലോണം ചീത്ത പറയും. മൈഗ്രെയിൻ വേദന വന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടി തൈലം പെരട്ടുക, അതുപോലെ തന്നെ തേൻ എല്ലാ ദിവസവും ഓരോ തുള്ളി വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കും. ഞാനും മോനും മോളും ചേട്ടനും എല്ലാവരും കൂടിയിട്ട്. മൈഗ്രെയിൻ്റെ തലവേദനയ്ക്ക് നെറുകയിൽ ഒഴിക്കണ മരുന്നൊക്കെ ഞാനേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു ഫലവുമില്ല. ഇത് ഞാൻ ചെയ്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ രോഗവും മാറി. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ടായി മാറി. കൃപാസന മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്കാണെങ്കിൽ ഹെർണിയ വേദന മൂർച്ഛിച്ചതായിരുന്നു. 2 ഡോക്ടേഴ്സിനെ കാണിച്ചു. 2 ഡോക്ടർമാരും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി പറയാൻ ചേട്ടാന്ന് പറഞ്ഞു. ആൾക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വേറൊരു ആശുപത്രിയിൽ പോയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ പോയി കാണിച്ചു. അവിടെ കാണിച്ചപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ അതിൽ ഒരു ഹെർണിയയുടെ ഒരു കാര്യം അതിൽ കാണില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഉടമ്പടി തൈലം പെറ്റി കൊടുക്കുക, അതുപോലെ തേനും കുടിക്കുക ഞങ്ങൾ എല്ലാ ദിവസവും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്കത് ഇതും 1 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇത് സംഭവിച്ചത്. ആൾ ഹെർണിയയ്ക്ക് മരുന്നൊക്കെ കുറേ കഴിച്ചു നോക്കിയത്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് 32 വർഷമായി സോറിയാസിസ് പോലത്തെ ഒരു രോഗം ഉണ്ടായിരുന്നിട്ട്. എന്തോരം ചികിത്സിച്ചിട്ടും ഒരു മാറ്റമില്ല. ഇംഗ്ലീഷ് മരുന്ന് കുറേ കഴിച്ചു നോക്കി, മലയാളം കഴിച്ചു നോക്കി, ഹോമിയോ കഴിച്ചു നോക്കി, ഒന്നിനും അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ ഒരു പണിക്ക് പോവുക, അമ്മ പണിക്കൊക്കെ പോയിരുന്ന അമ്മയാണ്. പക്ഷേ ചില ദിവസം വീട്ടിൽ ഡ്രസ്സ് വരെ ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വെറുതെ വാതിലടച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. അമ്മയ്ക്ക് തുണി പോലും ഒട്ടിപ്പിടിക്കുക. എനിക്കാണെങ്കിൽ ആ സങ്കടമൊന്നും സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വാസം കുറവായിരുന്നു. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വാ, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം. അമ്മ കൃപാസനത്തിലേക്ക് വെറുതെ പോകുന്നതാണ്. പക്ഷേ അമ്മയ്ക്ക് എല്ലാവരും കൂടി പ്രചോദനം കൊടുത്തോടുകൂടി അമ്മ ഉഷാറായി വേഗം ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മയ്ക്ക് കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കുറച്ച് ദിവസം നിന്നപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഈ ഉടമ്പടി തൈലം പുരട്ടുക, പിന്നെ ഉപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അപ്പച്ചൻ നമുക്ക് 2 ആൾക്ക് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അമ്മരെ മേത്തേക്ക് തെളിക്കാരക്കിയെന്ന് കീഴ്പ്പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ആ സ്പോട്ടിൽ പഴുത്ത് നിന്ന സാധനം ഉണങ്ങിയേ പോയി. എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതുപോലെയായിരുന്നു അമ്മേരെ അവസ്ഥ. അത് കണ്ടാൽ തന്നെ നമുക്കെല്ലാവർക്കും പേടിയാവും ചെയ്യും. ഞാനാണെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ഒരു ജാതി അവസ്ഥയാണ്. അങ്ങനെ അമ്മയുടെ തീർത്തു മാറി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്.
പിന്നെ എനിക്ക് കുറേ കാലമായിട്ട് ഒരു 9 കൊല്ലമായിട്ട് ഞങ്ങളൊരു കൊച്ച് 3 സെൻറ്റ് ഒരു കൊച്ചു ഓടിട്ട് വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ എൻ്റെ 5 നിയോഗങ്ങൾ സാധിച്ചു. അതിലത്തെ ഒരു നിയോഗം ഇതും കൂടിയാണ്. 3 സെൻറ്റിൽ വീട് പണിയാൻ പറ്റണില്ല, വഴിയില്ല, അതുപോലെ തന്നെ ലോണ് ഞങ്ങൾക്ക് കിട്ടില്ല. 3 സെൻറ്റിൽ ആർക്കും ലോൺ കൊടുക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പഞ്ചായത്തിൽ എഴുതി കൊടുത്തപ്പോൾ അവരും ഞങ്ങളെ നല്ല അങ്ങാടി ഭാഗത്തായ കാരണം ഞങ്ങൾക്കത് അവർക്ക് തോന്നണില്ല, വീട് തരാം, അവിടെ വീടിനുള്ള അർഹതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരുന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഞാൻ നവംബർ 29 ഉള്ളിൽ എനിക്കൊരു വീട് കിട്ടണമെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ജൂലൈ 29 പുതിയൊരു വീട് 7.5 സെൻറ്റിൽ ഒരു നല്ല ടർസ് വീടും കിണർ, എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളുള്ള നല്ലൊരു വീട് എനിക്ക് കരാർ എഴുതാൻ പറ്റി. ഞങ്ങളുടെ കയ്യിൽ 10 പൈസയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ മേമ പറഞ്ഞു കുറി കൂടേണ്ട കാര്യം പറഞ്ഞു. കുറി 2 വിളിക്കാൻ പോകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കണം, ഞങ്ങൾക്ക് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസന ഉപ്പ് കൊണ്ടായിട്ട് ചേട്ടൻ്റെ കയ്യിൽ ഈ ലോക്കറ്റ് കൊടുക്കും. ചേട്ടനാണ് വിളിക്കുക, എനിക്കെല്ലാത്തിനും ധൈര്യം കുറവുള്ള ആളാണ്. അപ്പോൾ ചേട്ടന് ഈ ലോക്കറ്റ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് കൃപാസന ഉപ്പ് ചേട്ടൻ ഇരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് ഇടും. എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഇങ്ങനെ ഇരിക്കും ഞാൻ. അങ്ങനെ ഈ 2 കുറി വിളിക്കാൻ പോയി 2 കുറി ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോനെ ദുബായിലേക്ക് പോകാനായിട്ട് ഈ കൊറോണ സമയത്ത് ഭയങ്കര റിസ്ക് ആയിരുന്നു, വിസ കിട്ടില്ല, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു പേടി വിചാരിക്കേണ്ട, നമുക്ക് കൃപാസനത്തിലേക്ക് വരാം. എനിക്കാണെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അതുപോലെ ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് മോനെ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് അവനും ഞാനും കൂടി വന്ന് ഇവിടെ കൃപാസന മാതാവിനെ കാണിച്ചു കൊടുത്തു, ഒന്ന് പ്രാർത്ഥിച്ച്. അവർക്കൊന്നും വിശ്വാസമില്ലല്ലോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി. ഉടമ്പടി തേൻ അവന് കൊടുത്തു വിട്ടു, അവൾക്ക് കുടിക്കുകയാണ് വെറുതെ കുത്തിരുന്ന. എന്നാലും ഞാൻ ഉടമ്പടി തൈലൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ഇപ്പം അവന് ഒരു കുഴപ്പമില്ലാണ്ട് അവൻ കയറിപ്പോയി. പിന്നെ എൻ്റെ ആങ്ങളെയാണെങ്കിൽ 5 കൊല്ലമായിട്ട് അപ്പച്ചനും അമ്മയും ഞാനും അനിയത്തിയും ഒക്കെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, അവൻ വഴക്കിട്ട് പോയതാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 5 കൊല്ലത്തിൽ ഒരു ദിവസം പോലും അവൻ വന്നിട്ടില്ല ഞങ്ങളുടെ വീട്ടിലേക്കോ, ഞങ്ങളെ കാണുമോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കാണെങ്കിൽ എൻ്റെ താഴെയാണ്, 3 വയസ്സിന് താഴെയാണ്, 3-4 വയസ്സിന് താഴെ. എന്നിട്ട് എനിക്ക് പോലും അവനെ പേടിയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കൃപാസനത്തിൽ പോയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മയ്ക്കൊരു ഇത് കാണിച്ചു കൊടുക്കണം എന്ന ഒരു വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഉടമ്പടിയിൽ വെച്ചേണത് ആങ്ങളെ വീട്ടിലേക്ക് വരണം, ഞങ്ങളോട് സ്നേഹത്തിലാവണമെന്ന്. അങ്ങനെ പറഞ്ഞ് എൻ്റെ ഉടമ്പടിയിലും അമ്മേൻ്റെ ഉടമ്പടിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസം നവംബർ 1 ഞാൻ എടുത്തു. ഡിസംബർ 24 നമ്മുടെ ക്രിസ്തുമസിൻ്റെ തലേദിവസം അവൻ എൻ്റെ ആങ്ങള കേക്കും കൊണ്ട് അപ്പച്ചൻ്റെയും അമ്മേരെയും വീട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്മയ്ക്കും പൂർണ്ണ വിശ്വാസമായി. ഇപ്പം ഞാനും ആങ്ങളെയായിട്ട് സംസാരിക്കുന്നുമുണ്ട്, മിണ്ടണമുണ്ട്, അവന് നല്ല സ്നേഹമൊക്കെ കാണാനുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞാൻ അവിടെ തണലെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്മമാരെ കാണാനും പോയി. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ കൃപാസന പത്രം കൊടുത്തു, കൊന്തിയൊക്കെ മേടിച്ചു കൊടുത്തു. എന്തൊരു സ്നേഹമായിരുന്നു അവർക്ക്. അമ്മമാർക്ക് കാണുമ്പോൾ അവരെ നോക്കാരും ഇല്ലാത്തൊരവസ്ഥയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മമാർക്ക് ഒരു കുഴപ്പമുണ്ടായാലും മക്കളൊക്കെ വന്ന് തിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അപ്പം അതിലൊരമ്മ പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ മോൻ അടുത്ത മാസം വരുമെന്ന് പറഞ്ഞു. പിന്നെ കൊന്തകളൊക്കെ കൊടുത്തു, ഞാൻ ഇനിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആശുപത്രിയിലേക്കൊക്കെ പോയപ്പോൾ ഒരു മോനെ കണ്ടു, 23 വയസ്സുള്ള എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു മോൻ നട്ടല് ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടാൽ നമുക്ക് സഹിക്കില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അത്രയും ചെറുപ്പം മോനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കിടക്കുന്ന അവസ്ഥ. അവനെ ഉടമ്പടി തൈലം പെറ്റി കൊടുത്തു, കൃപാസന പത്രം അവൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് വെച്ച് കൊടുത്തു, കുരിശടയാളം വരച്ച് കൊടുത്തു, കൈമീൻ കാൽമ അരക്കേന്ന് കഴിപ്പിട്ട് അനങ്ങില്ല. ഈ തൈലം പെരട്ടി കഴിഞ്ഞ് അന്ന് തന്നെ അവൻ്റെ ശരീരത്തിന് വേദനകൾ വന്നു തുടങ്ങി. വേദനയൊന്നും അവന് വരില്ല, വേദന അറിയണ്ടായില്ല. കൃപാസന മാതാവ് കുറേ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ 5 നിയോഗം ഞാൻ എഴുതിയത് 5 നിയോഗം എനിക്ക് സാധിച്ചു. എനിക്ക് ഈ വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങൾ കടമാണ് മേടിച്ചതെന്ന് പറഞ്ഞാലും ചെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും കാശ് തരണ്ടേ.
ചെന്ന് ചോദിക്കുന്ന അയൽവക്കാരായാലും എന്തോരെ ഞങ്ങളെ സഹായിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ പിടുത്തം കിട്ടില്ല. അതേപോലെ ഞങ്ങളെ സഹായിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം വന്നു. ഞാൻ നവംബർ ആദ്യമായിട്ട് വന്ന് സെപ്റ്റംബർ 29 ആയിരുന്നു. ഉടമ്പടി എടുത്തത് 1/11. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ദിവസം ഛർദിയൊക്കെ വന്നിട്ട് ആകെ അവസ്ഥയായിട്ട് എനിക്കാൻ പറ്റണില്ല, വെള്ളം ഇറക്കാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒരു ഹിന്ദു ചേച്ചിയായിരുന്നു, രാധ എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, മോള് വേഗം, എനിക്കപ്പോഴും ആ ഒരു ഇതിലേക്ക് പോയിണ്ടായിരുന്നില്ല. അപ്പോൾ ആ നേരത്തെ ചേച്ചി പറഞ്ഞു തരാണ്, മോള് ആ ഉടമ്പടി തൈലം തൊണ്ടയിൽ പറ്റിയ കൃപാസന ഉപ്പും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ നീ കുടിക്കി, നേരം വെളുക്കുമ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിച്ചു. പിറ്റേ ദിവസം എനിക്ക് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഒരു തൊണ്ട ഛർദ്ദിച്ച തൊണ്ട നമ്മുടെ സാധാരണ പൊട്ടില്ലേ, ആ പൊട്ടണ ഒരു ഇതൊന്നും ഉണ്ടായില്ല. കൃപാസന മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരം പള്ളിയിൽ ഒരു ദിവസം പോലും മുടങ്ങാൻ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ആദ്യം പള്ളിയിൽ പോകാൻ മടിയൊക്കെയായിരുന്നു. ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ അതിൻ്റെ മൂല്യം ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ഞാനും ചേട്ടനും മോളും എന്നും പള്ളിയിൽ പോകും. എനിക്ക് ഒരു ദിവസം പള്ളിയിൽ പോവാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയത്. കൃപാസന മാതാവിന് ഒരുപാട് നന്ദി, ഈശോനാഥന് വളരെയേറെ നന്ദി. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവേ നന്ദി, സ്തുതി.